ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. സമകാലിക പ്രാധാന്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളാണ് ഇരുവരും ചർച്ച ചെയ്യുന്നത്. നിരവധി ധാരണാപത്രങ്ങളും ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഒപ്പുവയ്ക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. മന്ത്രിമാരുടെ ഉന്നതതല സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര നയതന്ത്ര പങ്കാളിത്തമായി മാറിയിട്ട് 10 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് തോ ലാമിന്റെ ഇന്ത്യ സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിന്റെ മുഖ്യ അജണ്ട. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു. പിന്തുണ നൽകുന്ന കാര്യം പാർട്ടി യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് ഗിരീഷ് ചോദങ്കർ അറിയിച്ചു. TVKയ്ക്ക് പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് AADMKയിൽ ചർച്ച നടക്കുന്നതായി പാർട്ടി നേതാവും നിയുക്ത MLAയുമായ ലീമ റോസ് വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കേന്ദ്ര നിരീക്ഷകനായി മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായെ നിയോഗിച്ച് BJP നേതൃത്വം. സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയോഗിച്ചു. അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നുള്ള തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് BJP നേതാക്കൾ രംഗത്ത് വന്നു. ജനങ്ങളുടെ വിധി അംഗീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് വിസമ്മതിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ക്രമസമാധാനം നിലനിർത്താൻ ചീഫ് സെക്രട്ടറിക്കും DGPക്കും കേന്ദ്ര സായുധ പോലീസ് സേനയ്ക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്നുണ്ടായേക്കാവുന്ന അക്രമ സംഭവങ്ങൾ കർശനമായി തടയണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 എണ്ണം നേടിയാണ് NDA വീണ്ടും അധികാരത്തിലെത്തുന്നത്. അസമിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രി JP നഡ്ഡയെയും സഹനിരീക്ഷകനായി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയുമാണ് BJP നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. പുതുച്ചേരിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും നിർമ്മൽ കുമാർ സുരാനയുമാണ് നിരീക്ഷകർ. പശ്ചിമബംഗാൾ, അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പദ്ധതികൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 ഉയർത്താനുള്ള തീരുമാനം രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് വേഗത്തിലുള്ള നീതി ഇതിലൂടെ ഉറപ്പാക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വെയിലിൽ നിന്ന് സംരക്ഷണം നൽകാൻ പാലക്കാട് ജില്ലയിലെ വാണിയംകുളം കന്നുകാലി ചന്തയിൽ ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക സംവിധാനം വിപുലീകരിക്കാൻ തീരുമാനിച്ച് വാണിയംകുളം പഞ്ചായത്ത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കാലിച്ചന്ത നവീകരണത്തിന്റെ ഭാഗമായി കന്നുകാലികൾക്ക് വേനലിൽ വെയിൽ ഏൽക്കാതിരിക്കാൻ താൽക്കാലിക പന്തൽ ഒരുക്കിയിരുന്നു. ഇത് മറ്റു ഭാഗങ്ങളിൽ കൂടി വിപുലീകരിക്കാനാണ് തീരുമാനം. ചന്തയുടെ നിലം കോൺക്രീറ്റ് ചെയ്തും കാലികളെ കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കാലികൾക്ക് വെള്ളം നിറയ്ക്കാനുള്ള കൂടുതൽ തൊട്ടികൾ സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കാലിച്ചന്തയായ വാണിയംകുളത്ത് കേരളത്തിനകത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് കാലികളെയാണ് എല്ലാ ആഴ്ചയും കച്ചവടത്തിനായി എത്തിക്കുന്നത്. പഞ്ചാബിൽ അമൃത്സറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ഇന്നലെ രാത്രിയുണ്ടായ സ്ഫോടനങ്ങളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 1.21% താഴ്ന്ന് ബാരലിന് $108.54 ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സൈനിക അകമ്പടിയോടെ മോചിപ്പിക്കുന്നതിനുള്ള US നടപടിയാണ് പ്രോജക്ട് ഫ്രീഡം. കേരളത്തിൽ പകൽച്ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 163 പോയിന്റ് താഴ്ന്ന് 76,854-ലും നിഫ്റ്റി 10 പോയിന്റ് നഷ്ടത്തിൽ 24,022-ലും വ്യാപാരം തുടരുന്നു. ഓഹരി വിപണികൾ നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. സ്വർണ്ണവില കൂടി. പവന് 1,560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യ കക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോ കാരണം UN പ്രമേയം പരാജയപ്പെട്ടിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് കടലിടുക്ക് തുറക്കാനും യുദ്ധം അവസാനിപ്പിക്കാൻ US-ഉമായി ഒരു കരാറിലെത്താനും ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. ഇറാനെതിരായുള്ള US സൈനിക നടപടികൾ അവസാനിച്ചുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് അരാഗ്ചിയുടെ സന്ദർശനം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷ, പ്രാദേശിക ഭാഷയുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് SMCയുടെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ പോരാട്ടം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.